പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമന് 1000 അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സുപ്രധാനമായ തീരുമാനം അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ 22-ാം തീയതി മുതൽ ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിലും ലൈഫ് ഇൻഷുറൻസ് മേഖലയിലും ഇതുവരെ ഉണ്ടായിരുന്ന 18% നികുതി ഭാരം GST ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദമായ ഒരു തീരുമാനമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഒരു ജനതയുടെ ആരോഗ്യ പരിരക്ഷ ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാകാം നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഈ പ്രസ്താവന. തീർച്ചയായിട്ടും ഇത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വളരെയേറെ ഗുണപ്രദമായ ഒരു തീരുമാനമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയിലെ സാമ്പത്തിക പ്രയാസങ്ങളിൽ പെട്ടുഴലുന്ന ജനങ്ങൾക്ക് വളരെ ഗുണപ്രദമാണ് ഈ തീരുമാനം എന്ന് പറയാൻ ആഗ്രഹിക്കുക. കാരണം നമുക്കറിയാം, ആധുനിക ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള ആധുനിക ടെക്നോളജിയിൽ നമ്മുടെ ആശുപത്രികളിലൊക്കെ യന്ത്രങ്ങൾ നമ്മുടെ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, രോഗനിർണയം തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് നിലവിൽ വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഒരു സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം എഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ചികിത്സ പലപ്പോഴും ആളുകൾക്ക് കിട്ടാതെ പോകുന്നു. ഇവിടെയാണ് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പ്രസക്തി. നമുക്കറിയാം, നമുക്ക് ചുറ്റും ഇതുവരെ കാണാത്ത കേൾക്കാത്ത ഒരുപാട് അസുഖങ്ങൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ, എവിടെ, എങ്ങനെ, ഏത് രീതിയിൽ ഒരു അപകടമോ അസുഖമോ നമ്മുടെ ജീവിതത്തിൽ വരും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ വരും എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊന്ന് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ആശുപത്രി ബില്ല് കയ്യിൽ കിട്ടുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള വേവലാതികൾ പലപ്പോഴും ആലോചിക്കുന്നത്. അവിടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യത്തിൽ നിന്നോ ഒക്കെ എടുത്ത് നമ്മൾ ചിലവഴിക്കുക. ഇതൊന്നും കഴിയാത്ത ആളുകൾ കടമെടുക്കുക. ബാങ്ക് ലോണായാലും പറമ്പ് വിൽക്കലും ഇങ്ങനെയുള്ള പല രീതിയിലും നമ്മൾ അതിനെ എപ്പോഴേയും തുടർന്ന് അങ്ങോട്ട് അതൊരു വലിയ ബാധ്യതയായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഇവിടെയാണ് സുഹൃത്തുക്കളെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി എന്ന് പറയുന്നത്. കാരണം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ, ആ ഒരു കാർഡ് നമ്മളെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ, ആ ഒരു പോളിസി നമ്മളെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആശുപത്രിയിൽ പോയാൽ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആയാലും നമുക്ക് വളരെ കൂളായി ഇറങ്ങി വരാൻ പറ്റുന്ന, സമാധാനത്തോടുകൂടി ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി കമ്പനികൾ ചെറിയ പൈസക്ക് വലിയ കവറേജ് കൊടുക്കുന്ന സ്കീമുകൾ ഉൾപ്പെടെ ഇന്ന് നിലവിലുണ്ട്. മാത്രമല്ല, EMI സിസ്റ്റമുണ്ട്. അതുപോലെ തന്നെ ലോണ് തന്നുകൊണ്ട് പിന്നീട് നമ്മളത് ഒരു ചെറിയ രീതിയിൽ തിരിച്ചടവ് നടത്തുന്ന രീതിയിൽ ഒക്കെ ഉള്ള രീതിയിൽ ഇന്ന് പോളിസികൾ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, വലിയ രീതിയിലുള്ള 18% നികുതി ഭാരം കുറഞ്ഞ്, പ്രീമിയം കുറഞ്ഞ് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നാളെ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതിരിക്കാൻ, സുമനസ്സുകളുടെ കരുണ തേടാതെ നിങ്ങളുടെ കുടുംബത്തെയും പരിരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി എല്ലാ ആളുകളും ഈ പറയുന്ന രീതിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇനിയുള്ള കാലം അതിസങ്കീർണമായ ഒരു സാമ്പത്തിക ബാധ്യതയും പ്രശ്നങ്ങളും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യത, ഉത്തരവാദിത്വം എന്നിൽ അർപ്പിതമാണ് എന്ന് മനസ്സിലാക്കി നാം ഓരോരുത്തരും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുക്കുക എന്നതാണ്
ബഹുമാന്യരായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ സജീവ് മാണിയൻ, എംബോസ് ഫിനാൻഷ്യൽ സൊല്യൂഷൻസ്, തലശ്ശേരി.